എന്റെ ഹയർ അതോറിറ്റി ആയിട്ടുള്ള ഫ്ലീറ്റ് ഇൻചാർജും EME എന്ന് പറഞ്ഞൊരു പൊസിഷൻ ഉണ്ട്. ഈ രണ്ടുപേര് മുസ്ലിംസാണ്. ഈ രണ്ടുപേരോട് ഞാൻ പറഞ്ഞു, സാറേ നിങ്ങൾ എന്നെ ഡ്യൂട്ടി, അതായത് ഈ കോഴിക്കോട് പോയി വന്നു പിറ്റേ ദിവസം എനിക്ക് വേറൊരു ഡ്യൂട്ടി 8 hour 24 hour ഡ്യൂട്ടി ഉള്ളത് 8 hour ഡ്യൂട്ടി ആക്കി ഇടുമ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഈ പിറ്റേ ദിവസം 8 hour ഡ്യൂട്ടി ഇടുന്നതിന്റെ ഇടയിൽ ഒരിക്കൽ പോലും EME വന്നിട്ടില്ല. EME വന്ന് എന്താ പറയാ കൂടെയുള്ള നേഴ്സിന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല, ഇയാള് മദ്യപിച്ച രീതിയിൽ എന്തെങ്കിലും ചേഷ്ടകൾ പ്രകടമാക്കിയോ എന്ന് ചോദിച്ചിട്ടില്ല. ഇദ്ദേഹം നേരിട്ട് വന്ന ഒരു ബ്രത്ത് അനലൈസർ വന്നിട്ട് ബ്രത്ത് അനലൈസ് ചെയ്തിട്ടില്ല. ഡിപ്പാർട്ട്മെന്റിലെ സ്ക്വാഡിലെ വിളിച്ചിട്ട് ഈ സാധനം ടെസ്റ്റ് ചെയ്തിട്ടില്ല. എന്റെ ബ്ലഡ് സാമ്പിൾ എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സാറേ ഞാൻ മദ്യപിച്ചു എന്നുള്ള ലെവലില് സാർ പറയാന്ന് വെച്ചു. അപ്പൊ പറഞ്ഞത് ഇങ്ങനെ നേഴ്സ് തങ്ങളുടെ കൂടെ വന്നിട്ടുള്ളത് കംപ്ലൈന്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഒരു വീഡിയോ അയച്ചു എന്ന് പറയുന്നു. ഈ വീഡിയോ ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവില്ല ഇത് ആരാന്ന്. ഞാൻ പറഞ്ഞു, സാർ ഇതിൽ എന്റെ മുഖം വ്യക്തമായിട്ട് സാറിന് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പൊ അത് പറ്റില്ല, അത് തെളിച്ചിട്ട് കാണില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ പിന്നെ എങ്ങനെയാണ് ഞാനാണ് മദ്യപിച്ചതെന്ന് പറഞ്ഞു വെച്ചു. അപ്പൊ പറഞ്ഞു, താങ്കള് ഈ സമയത്ത് നിർത്തിയിട്ടുള്ള ലൊക്കേഷൻ കൈമാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ സമയത്ത് സാറേ രാത്രി 9:30 നേരത്താണ് ഞാൻ ഏറെക്കുറെ നിർത്തുന്നത്. നമുക്ക് ഇതിന്റെ ലീഗൽ വശം ഇവിടെ അല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾ അല്ല തീർച്ചയായിട്ടും അല്ല. അപ്പൊ ഞാൻ എന്റെ ആവശ്യമായിട്ട് ഞാൻ ചോദിക്കുന്നത് അതല്ല. അതായത് ഇസ്ലാം മതത്തിനെ എതിർക്കുന്ന ഏതൊരു അന്യമതസ്ഥനെയും എല്ലാ രീതിയിലും നശിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാം മതത്തിലെ ജിഹാദികളുടെ അല്ലെങ്കിൽ ജിഹാദിന്റെ ഒരു ഭാഗമാണ്. അത് എനിക്കറിയാം. ജിഹാദിന്റെ ഭാഗമാണ്. ഇത് ജിഹാദിന്റെ ഭാഗമാണ്.